ബിനോയ് വിശ്വത്തിൻ്റെ. അദ്ദേഹം പറയുന്നത് ശബരിമല വിവാദം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ തിരിച്ചടിച്ചു എന്നാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, വൈകിയാണെങ്കിലും അത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ UDF MP-മാരിന്ന് പാർലമെൻറ്റിൽ പ്രതിഷേധം നടത്തുന്നത്. അപ്പോൾ അതൊരു ദേശീയ നാഷണൽ ഇഷ്യൂ ആയിട്ട് പ്രവർത്തിക്കുന്നു. അതെ, ശബരിമല ഭക്തരെന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മോഷണം നടന്നത് എവിടെയാണെങ്കിൽ പോലും അത് കൊണ്ടുപോയത് എവിടെയാണെന്നൊക്കെയുള്ളതിനൊക്കെ അന്തർദേശീയ ബന്ധങ്ങൾ പോലെ ഉണ്ടാകാമെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇല്ലില്ല, ഒരു വിലയിരുത്തലൊക്കെ ഒരു പ്രാഥമികം അനൗദ്യോഗികം തിരുവനന്തപുരത്താണ് ചർച്ചകളൊക്കെ നടക്കേണ്ടത്. കോൺഗ്രസിൻ്റെ നേതൃയോഗം UDFൻ്റെ നേതൃയോഗമൊക്കെ ചേരും, വിലയിരുത്തും. അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ, അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ആലോചിക്കും. ഈ CPM-ൻ്റെ ഒരു വാദം നിങ്ങൾ ഈ വർഗീയ കക്ഷികളുമായി കൂട്ടുചേർന്നു എന്നാണെങ്കിലും CPI പറയുന്നത്, CPIയുടെ ഒരു അഭിമുഖമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ബിനോയ് വിശ്വത്തിൻ്റെ. അദ്ദേഹം പറയുന്നത് ശബരിമല വിവാദം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ തിരിച്ചടിച്ചു എന്നാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, വൈകിയാണെങ്കിലും അത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ UDF MP-മാരിന്ന് പാർലമെൻറ്റിൽ പ്രതിഷേധം നടത്തുന്നത്. അപ്പോൾ അതൊരു ദേശീയ നാഷണൽ ഇഷ്യൂ ആയിട്ട് പ്രവർത്തിക്കുന്നു. അതെ, ശബരിമല ഭക്തരെന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മോഷണം നടന്നത് എവിടെയാണെങ്കിൽ പോലും അത് കൊണ്ടുപോയത് എവിടെയാണെന്നൊക്കെയുള്ളതിനൊക്കെ അന്തർദേശീയ ബന്ധങ്ങൾ പോലെ ഉണ്ടാകാമെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് പാർലമെൻറ്റിലും ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അല്ല, CBI അന്വേഷണത്തിന് പലപ്പോഴും കോൺഗ്രസ് ദേശീയ തലത്തിൽ എതിർക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോൺഗ്രസ് MP-മാർ ദേശീയ ഏജൻസി അന്വേഷിക്കണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? CPM-ന് വിരുദ്ധ കേന്ദ്ര ഏജൻസികളൊക്കെ കൊള്ളാമെന്നാണ്. അല്ല, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണം അല്ല അന്വേഷണ സംഘത്തെ വെച്ചതിൻ്റെ കാരണം എന്താ? ഹൈക്കോടതിക്ക് തന്നെ അറിയാം സ്റ്റേറ്റ് പോലീസ് അതിന് പൂർണ്ണമായിട്ടും പര്യാപ്തമല്ല എന്ന് കേരള ഹൈക്കോടതിക്ക് തന്നെ അറിയാം. ഹൈക്കോടതി ആവർത്തിച്ച് പറഞ്ഞു ഉന്നതന്മാർ ഇനിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആ ഉന്നതന്മാരിലേക്ക് എത്തുന്നില്ല. മറച്ചു നിൽക്കുക, മടിച്ചു നിൽക്കുക അന്വേഷണ സംഘം. അതുകൊണ്ട് അന്വേഷണ സംഘത്തിൻ്റെ മുകളിൽ സർക്കാരിൻ്റെ നിയന്ത്രണം ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും മുന്നണിയിലേക്ക് ക്ഷണിച്ചതിൽ UDF നേതാക്കളുടെ പ്രതികരണത്തിൽ ജോസഫ് വിഭാഗത്തിന് അതിർത്തി എന്ന തരത്തിലുള്ള ചില ഞാൻ കണ്ടിട്ടില്ല. നോക്കാം, നമുക്ക് പിന്നെ ഫ്ലൈറ്റ് പോകും.